ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സുരക്ഷയും സ്നേഹവും കരുതലും നിറയുന്നു. ലോകത്തിലെ എല്ലാ അമ്മമാരുടെയും സ്നേഹത്തേക്കാൾ അനന്തമായ സ്നേഹമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ. പരിശുദ്ധ കന്യകാമറിയം ഓരോ വിശ്വാസിയുടെയും ആത്മീയ അമ്മ കൂടിയാണ്. മറിയത്തിൻ്റെ മാതൃത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരടയാളമാണ് കാർമെലിയ ഉത്തിരീയം. ഇത് വെറും ഒരു തുണിക്കഷ്ണം മാത്രമല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും വിശ്വാസവും വിശുദ്ധിയിലേക്കുമുള്ള ഒരു ജീവിത വിലയുമാണ്. ഉത്തിരീയം ധരിക്കുന്ന ഓരോ വ്യക്തിയും മറിയത്തിൻ്റെ മക്കളായി ജീവിക്കണമെന്നും യേശുവിനെ സ്നേഹിക്കണമെന്നും നന്മയുടെ വഴിയിൽ നടക്കണമെന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പഴമൊഴിയുണ്ട്, അമ്മയുടെ പ്രാർത്ഥന മകൻ്റെ ഏറ്റവും വലിയ കവചമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മെ ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ താണും തണലും ധൈര്യവും നൽകുകയും ചെയ്യുന്നു. വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: മറിയത്തിലൂടെ യേശുവിലേക്ക്. മറിയത്തെ സ്നേഹിച്ചവർക്ക് യേശുവിനോട് കൂടുതൽ അടുക്കുന്നു. അതുകൊണ്ട് കാർമെലിയ ഉത്തിരീയം എന്നത് വെറും ഒരു അലങ്കാര വസ്തുവല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് സഭ നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്ത് സ്നേഹമില്ല. സ്നേഹത്തേക്കാൾ കൂടുതൽ സ്വാർത്ഥതയും സമാധാനത്തേക്കാൾ കൂടുതൽ സംഘർഷവുമാണ്. ഈ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം നാം ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ്. വിനയം, അനുസരണ, ക്ഷമ, സ്നേഹം, സേവനം, കരുണ, ഈ മൂല്യങ്ങളാണ് മറിയത്തിൻ്റെ ജീവിതത്തെ മഹത്വപ്പെടുത്തുന്നത്. ഈ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വളരേണ്ടതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ പൂർണ്ണ സമർപ്പണമാണ് ഓരോ ക്രൈസ്തവനും പിന്തുടരേണ്ട ജീവിത പാഠം. നാം കാർമെലിയ ഉത്തിരീയം ധരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെയും വിശുദ്ധമാക്കുന്ന ഓരോ പ്രതിജ്ഞയാകട്ടെ. മാതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും പ്രാപിച്ചുകൊണ്ട് സത്യത്തിൻ്റെയും നന്മയുടെയും വഴി മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു മനോഹരമായ ചിന്തയിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മറിയത്തിൻ്റെ കൈപിടിക്കുന്ന ഒരുവനും വഴിതെറ്റുകയില്ല. യേശുവിലേക്കുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി മറിയത്തിലൂടെയാണ്. പരിശുദ്ധ കർമ്മല മാതാവ് നമ്മെ എല്ലാവരെയും തൻ്റെ ഉത്തിരീയത്താൽ മൂടി സംരക്ഷിക്കുകയും വിശുദ്ധിയുടെയും നന്മയുടെയും വഴിയിലൂടെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.